തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ആരായിരിക്കും? നേരത്തെ പല പേര് ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ ആ സസ്പെൻസും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ശാസ്തമംഗലം കൗൺസിലർ മുൻ DGPയും കൂടിയായിട്ടുള്ള R ശ്രീലേഖ തന്നെയായിരിക്കും വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാവുക. വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് പ്രതിനിധിയായി നിലവിൽ K മുരളീധരന്റെ പേരടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട്. മറുഭാഗത്ത് LDFനായി VK പ്രശാന്താണ് വട്ടിയൂർക്കാവിനെ പ്രതിനിധീകരിക്കുന്നത്. നിലവിലെ സിറ്റിംഗ് MLA എന്ന രീതിയിൽ തീപാറുന്ന പോരാട്ടം, ഒരു ത്രികോണ പോരാട്ടം അത് വട്ടിയൂർക്കാവിൽ പ്രതീക്ഷിക്കാം. സമാനമായി തന്നെ നേമത്ത് വൈഷ്ണയുടെ പേരാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത്. മുട്ടട കൗൺസിലറാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള മന്ത്രി ശിവൻകുട്ടി തന്നെയായിരിക്കും അവിടെയും LDFന്റെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ രണ്ട് മണ്ഡലങ്ങളാണ് ഏറെ ആകാംക്ഷയോടുകൂടി കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ തന്നെ ഇത്തവണ ഇറങ്ങിയാൽ മതി എന്ന ശക്തമായ നിർദ്ദേശം ഉയർന്നു കേട്ടു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ 800 വോട്ടിനും 88 വോട്ടിനും ഒക്കെ തന്നെ പരാജയപ്പെട്ട മഞ്ചേശ്വരം ഇത്തവണ വളരെ എളുപ്പത്തിൽ കൈയടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് BJPക്കുള്ളത്. ബേപ്പൂരിൽ KP പ്രകാശ് ബാബുവിനെയും കാട്ടാക്കടയിൽ PK കൃഷ്ണദാസിനെയും കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന V മുരളീധരനെയും ഒക്കെ മത്സരിപ്പിക്കുന്നുണ്ട്. കഴക്കൂട്ടത്ത് ഏറ്റവും അധികം സാധ്യത BJP കാണുന്ന ഒരു മേഖല കൂടിയാണ്. കാട്ടാക്കടയിലും BJPക്ക് സാധ്യത ഒട്ടും തെറ്റല്ലാത്ത രീതിയിൽ നോക്കിക്കാണുന്നുണ്ട്. സമീപകാലത്ത് CPI, കോൺഗ്രസ് എന്നീ പാർട്ടികൾ വിട്ട് BJPയിൽ ചേർന്നവരും ഈ പട്ടികയിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ അടക്കം 7 വനിതാ സ്ഥാനാർത്ഥികൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത യോഗത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. കോഴിക്കോട് നോർത്തിൽ നവ്യ ഹരിദാസും പാലക്കാട് ശോഭാ സുരേന്ദ്രനും തൃശൂരിൽ പത്മജ വേണുഗോപാലുമായിരിക്കും മത്സരിക്കുക. ഇനി സ്റ്റാർ മണ്ഡലമായി കാണുന്ന ചിലയിടത്ത് സ്റ്റാർ സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. ഒറ്റപ്പാലത്ത് മേജർ രവിയും, പാലയിൽ 2 ഇലയോട് മത്സരിക്കാനായി ഷോൺ ജോർജും, പൂഞ്ഞാറിൽ PC ജോർജും തന്നെയായിരിക്കും ഇത്തവണ മത്സരരംഗത്തായി ഇറങ്ങുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് P സുധീറിനെ ഇറക്കുന്നുണ്ട്. ഉദുമയിൽ മനുലാൽ മേലോത്തും, കാഞ്ഞങ്ങാട് ബാലരാജും, പയ്യന്നൂരിൽ AP ഗംഗാധരനും, അഴീക്കോട് KK വിനോദ് കുമാറും, കണ്ണൂരിൽ C രഘുനാഥും, വയനാട് മേഖലയിലെ മാനന്തവാടിയിൽ P ശ്യാംരാജും, സുൽത്താൻ ബത്തേരിയിൽ കവിത ASുമാണ് മത്സരിക്കുക. കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ അഡ്വക്കേറ്റ് K ദിലീപ്, കുറ്റ്യാടിയിൽ രാമദാസ് മണ്ഡലേരി, നാദാപുരത്ത് CP വിപിൻ ചന്ദ്രൻ, കൊയിലാണ്ടിയിൽ CR പ്രഫുൽചന്ദ്രൻ, പേരാമ്പ്രയിൽ M മോഹനൻ, ബാലുശ്ശേരിയിൽ CP സതീശൻ, ഏലത്തൂരിൽ T ദേവദാസ്, കോഴിക്കോട് സൗത്തിൽ T രനീഷ് എന്നിവരാണ് മത്സരിക്കുക. കുന്ദമംഗലത്ത് VK സജീവൻ എന്നിവരും സ്ഥാനാർത്ഥികളാണ്. ഇനി ഷൊർണൂരിൽ നോക്കുകയാണെങ്കിൽ ശങ്കൂറ്റി ദാസിനെയാണ് മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. മലമ്പുഴ നോക്കിയാൽ പാലക്കാട് മത്സരിക്കാനായി ശോഭയെത്തുമ്പോൾ മലമ്പുഴയിൽ C കൃഷ്ണകുമാറും, ചേലക്കരയിൽ K ബാലകൃഷ്ണനും, മണലൂരിൽ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറും, ഇരിങ്ങാലക്കുടയിൽ സന്തോഷ് ചേരാകുളവും, ദേവികുളത്ത് S രാജേന്ദ്രനുമാണ് മത്സരിക്കുന്നത്. വൈക്കത്ത് K അജിത്തും, കാഞ്ഞിരപ്പള്ളിയിൽ അഡ്വക്കേറ്റ് ജോർജ് കുര്യനും മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ച് പ്രത്യേകതയുള്ളത്. അമ്പലപ്പുഴയിലാകട്ടെ അരുൺ അനിരുദ്ധനെയും, ഹരിപ്പാട് സന്ദീപ് വചസ്പതിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചെങ്ങന്നൂരിൽ MV ഗോപകുമാറും, തിരുവല്ലയിൽ അനൂപ് ആന്റണി ജോസഫും, കരുനാഗപ്പള്ളിയിൽ ജിതിൻ ദേവും, കുന്നത്തൂരിൽ രാജീവ് പ്രസാദും, കൊട്ടാരക്കരയിൽ കോൺഗ്രസ് വിട്ടുവന്ന R രശ്മി, ചാത്തന്നൂരിൽ BB ഗോപകുമാർ, നെടുമങ്ങാട് യുവരാജ് ഗോകുൽ, പാറശാലയിൽ അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാർ എന്നിവരെയുമാണ് ഈ ആദ്യ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി തിരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങൾ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച NDAയുടെ ഭാഗമായ 2020 കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ 47ഉം 3ഉം 50ലേക്ക് കടന്നിരിക്കുകയാണ്. തൃക്കാക്കരയിൽ സംവിധായകൻ അഖിൽ മാരാർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് നിലവിൽ സൂചനയുള്ളത്. തിരുവമ്പാടിയിൽ സണ്ണി തോമസും, തൃക്കരിപ്പൂരിൽ രവി കുളങ്ങരയിൽ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ബാബു ദിവാകരൻ കുന്നത്തുകാട്ടിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വലിയ തോതിൽ തന്നെ ശ്രദ്ധ നേടുന്ന ഒരു പട്ടികയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം CPIയും CPMും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിൽ ഏപ്രിൽ 9 വോട്ടെടുപ്പുള്ളത്. വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം മെയ് 4 കേരളത്തിനൊപ്പം അസം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലും ഏപ്രിൽ 9 പോളിംഗ് ഉണ്ടാകുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ ഏപ്രിൽ 23 തമിഴ്നാടും പശ്ചിമ ബംഗാളും ഏപ്രിൽ 23 വോട്ടെടുപ്പുള്ളത്. കേരളത്തിൽ 3ാം തുടർഭരണം LDF ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അധികാര വഴിയിലേക്ക്, ഇടനാഴിയിലേക്ക് തിരിച്ചെത്താനുള്ള പരിശ്രമത്തിൽ തന്നെയാണ് UDF ഉള്ളത്. തങ്ങൾ ഒരു പ്രധാന ശക്തിയായി മാറുമെന്ന വെല്ലുവിളി ഉയർത്തി BJPയും മുൻപന്തിയിലേക്ക് എത്താനുള്ള ഒരു കുതിച്ചുചാട്ടം നടത്താനുള്ള ശ്രമത്തിനിടയിൽ തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന കേരളത്തിൽ CPMലടക്കം പലതരത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വിഷയം. രാഷ്ട്രീയ പരിണാമങ്ങൾക്ക് പോലും
കേരള രാഷ്ട്രീയം ഇതുവരെ കാണാത്ത പല മാറ്റങ്ങൾക്കും അത് ചരിത്രം കുറിക്കുമോ എന്നുള്ളതാണ് സംശയം. ഒരു കാലത്ത് പിണറായി വിജയനും VS-ഉം തമ്മിലുണ്ടായിരുന്ന ചേരിതിരിവ്, ഉൾപാർട്ടി വിഭാഗീയത, ഇതൊക്കെ തന്നെ അന്ന് വലിയ ചർച്ചയായതുപോലെ തന്നെ ഇന്നും അത്തരത്തിലൊരു ചർച്ചയാകാൻ പിണറായി വിജയനെതിരെ ഒരു കൂട്ടം കമ്മ്യൂണിസ്റ്റുകാർ അണിനിരക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തയാണ് പ്രചരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാൽ അന്ന് VS-നെതിരെ പണിയെടുത്തവരെ പോലും ഇന്ന് തഴയുന്ന ഒരു സാഹചര്യം, പാർട്ടിയിൽ അടിമുടി പിണറായിസം പിടിമുറക്കി എന്ന ആക്ഷേപം തന്നെയാണ് നിലവിൽ പലരും ഉയർത്തുന്നത്. വിജയനും 3 ജയരാജന്മാരുമായിരുന്നു അന്ന് കണ്ണൂരിലെ പാർട്ടി എന്ന് പറയുന്നത്. ഒരു കാലത്ത് CPM-ൽ പ്രചരിച്ചിരുന്ന ഒരു ചൊല്ലുകൂടിയായിരുന്നു പിണറായി വിജയനും EP ജയരാജനും MV ജയരാജനും P ജയരാജൻ ഇവർ ചേർന്നാൽ അത് തന്നെയാണ് CPM സെക്രട്ടേറിയറ്റ്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഫോർമുലയൊക്കെ തന്നെ കഴിഞ്ഞു. ആ 3 ജയരാജന്മാരെയും വെട്ടി പിണറായി വിജയൻ മാത്രമായി ഏകാധിപതിയായി മാറിയിരിക്കുന്നു. ഇത്തവണ മറ്റാർക്കും സീറ്റ് കിട്ടിയില്ല എന്ന് സാരം. അതിൽ പാർട്ടിക്ക് അനഭിമതനായിക്കൊണ്ടിരിക്കുന്ന EP ജയരാജനൊക്കെ ഇതോടെ രാഷ്ട്രീയ രംഗത്ത് നിന്നും വിരമിക്കുന്നുണ്ട്. മറുഭാഗത്ത് നമുക്കറിയാം G സുധാകരന്റെ കാര്യം. ഇന്ന് നിലവിലുള്ള കമ്മ്യൂണിസ്റ്റുകാരിൽ ഏറ്റവും സീനിയറായ, ഏറ്റവും പ്രായം കൂടിയ, ഏറ്റവും കൂടുതൽ കാലം കമ്മ്യൂണിസ്റ്റ് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന അദ്ദേഹം നിലവിൽ പാർട്ടിക്ക് തന്നെ എതിരായി മത്സരിക്കുന്ന ഒരു സാധ്യത ഉണ്ടാകുന്നു എന്ന വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. സമാനമാണ് കണ്ണൂരിലെ കരിസ്മാറ്റിക് നേതാവായിട്ടുള്ള P ജയരാജന്റെ കാര്യം. MV ജയരാജൻ മാത്രമാണ് ഇപ്പോഴും പാർട്ടിയോടൊപ്പം ചേർന്ന്, പിണറായിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് എന്ന വാർത്ത ഉണ്ടെങ്കിൽ പോലും പണ്ടത്തെ ജയരാജൻ അല്ല ഇന്നുള്ളത്. ആ പവറൊക്കെ പോയി എന്നാണ് കണ്ണൂരിൽ പലരും പറയുന്നത്. 2025 മാർച്ചിൽ നടന്ന കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ MV ജയരാജൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി. തുടർന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനം KK രാഗേഷിന് വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞിരുന്നു. CPM കണ്ണൂർ ഘടകത്തിലെ ഒരു തലമുറ മാറ്റമായി അതിനെ നോക്കി കണ്ടു. പക്ഷെ ഫലത്തിൽ അത് പിണറായിസമായിരുന്നു എന്നതാണ് പലരും, അണികൾ അടക്കം പലരും ആവർത്തിച്ചു പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ P ജയരാജൻ അടക്കമുള്ളവർ ശക്തമായി എതിർത്തിട്ടുള്ള P ശശി പിന്നെയും താക്കോൽ സ്ഥാനങ്ങളിലേക്ക് എത്തിയത് വലിയ കല്ലുകടിയായി മാറിയിരുന്നു. CPM കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ശശി 7 വർഷത്തെ പുറത്താക്കലിന് ശേഷം 2018 പാർട്ടിയിൽ തിരിച്ചെത്തി. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ ഒരു DYFI വനിതാ നേതാവിനോട് മോശമായി പെരുമാറിയെന്ന പരാതിയായിരുന്നു അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ കാരണമായത്. 2010 ഡിസംബറിൽ ശശിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. എന്നാൽ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായ നിലപാടിനെ തുടർന്ന് 2011 ജൂലൈയിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. പക്ഷെ പിന്നീട് ഹസ്ദൂർക്ക് മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ തള്ളി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. അങ്ങനെ തിരിച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. ഇനി ഇപ്പോൾ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് PK ശ്യാമളയുടെ സീറ്റിനെ ചൊല്ലിയാണ്. ആന്തൂരിൽ സാജൻ എന്ന വ്യവസായിയുടെ മരണത്തിന് കാരണക്കാരി എന്ന പേരിൽ പോലും വിശേഷിപ്പിക്കപ്പെട്ട തളിപ്പറമ്പ് മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിട്ടുള്ള PK ശ്യാമള, അതിനുവേണ്ടി നിലവിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ കിണഞ്ഞു പരിശ്രമിച്ചതൊക്കെ തന്നെ വലിയ കല്ലുകടിയായി മാറി. പല നേതാക്കളും ഇതിനോടകം തന്നെ കൊഴിഞ്ഞു പോകാനുള്ള കാരണമായി അതിനെ എടുത്തു പറയുന്നുണ്ട്. പാർട്ടിക്കാർക്ക് പോലും യോജിപ്പില്ലാത്ത ഒരു വനിതാ നേതാവ്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ എന്ന ക്രെഡിറ്റ് കൊണ്ട് മാത്രം ഇത്രയധികം നെഗറ്റീവുകൾക്കിടയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയായി എന്ന് പാർട്ടിക്കകത്ത് തന്നെ വിമർശനം ഉയർന്നു. ഒരു കാലത്ത് അതുപോലെ തന്നെ CPM-ൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന പരിവേഷമുള്ളയാളായിരുന്നു EP. 1995 ഏപ്രിൽ ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആന്ധ്രാപ്രദേശിലെ ഓങ്കോളിനടുത്ത് വെച്ച് ട്രെയിനിൽ വെച്ച് അദ്ദേഹത്തെ വെടിവെച്ചു. കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലച്ച സംഭവവും ഞെട്ടിച്ചതായിരുന്നു. കഷ്ടിച്ചാണ് മരണത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടത്. ആ കേസിൽ KPCC അധ്യക്ഷൻ K സുധാകരനെതിരെ അന്ന് ഗൂഢാലോചന ആരോപണം ഉയർത്തിയിരുന്നു. പിന്നീട് കോടതി കുറ്റമുക്തനാക്കുകയും ചെയ്തിരുന്നു. ആക്രമണത്തിൽ കഴുത്തിൽ തറച്ച വെടിയുണ്ടയുടെ ചീളുകൾ ജയരാജന്റെ ശരീരത്തിൽ ഇന്നുമുണ്ട്. അത് നീക്കം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിക്കാരുടെ വികാരമായി പല കാലഘട്ടങ്ങളിലും അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടിയിരുന്നു. ഒരു കാലത്ത് ഇന്നില്ല എന്ന് സാരം. ഇനി 2016 LDF സർക്കാർ അധികാരമേറ്റപ്പോൾ മന്ത്രിസഭയിലെ രണ്ടാമനായി EP-യെ തിരഞ്ഞെടുത്തിരുന്നു. പക്ഷെ അദ്ദേഹം തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെയും വിവാദങ്ങളുടെ തോടനായിരുന്നു. ആദ്യം അദ്ദേഹം പറഞ്ഞതിലുണ്ടായ അക്ഷരപ്പശക്, അതായത് മുഹമ്മദ് അലി അന്തരിച്ച സമയത്ത് കേരളത്തിന് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തി എന്ന രീതിയിൽ ചാനലിലൂടെ പ്രതികരിച്ചതിന് വലിയ തോതിൽ EP-ക്ക് ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുപോലെ തന്നെ മന്ത്രിയായിരിക്കുമ്പോൾ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷയായിരുന്ന അഞ്ജു ബോബി ജോർജിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത്, അവരെ അപഹസിച്ചു വന്നതൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു. അതിനുശേഷം ബന്ധു നിയമന വിവാദം വന്നു. വ്യവസായ വകുപ്പിന് കീഴിലുണ്ടായിരുന്ന ഏറ്റവും അടുത്ത ബന്ധുവിനെ നിയമിച്ചത് അത് വലിയ വിവാദമായി മാറിയിരുന്നു. മറ്റു ചില ബന്ധുക്കളെയും ഉന്നത തസ്തികകളിലേക്ക് നിയമിക്കാൻ
ജയരാജൻ ശ്രമിച്ചു എന്ന രീതിയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ വിഷയങ്ങളുണ്ടായിരുന്നു. സർക്കാരിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ 2016 ഒക്ടോബർ 14 അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വന്നു. ഈ കേസിൽ അന്വേഷണം വിജിലൻസ് തുടങ്ങിയെങ്കിലും അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്തു. 2017 സെപ്റ്റംബറിൽ കേരള ഹൈക്കോടതി കേസും റദ്ദാക്കി. നിയമനത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം നിലനിൽക്കില്ല, ആർക്കും സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടില്ല, അങ്ങനെയുള്ള വിജിലൻസ് റിപ്പോർട്ട് പരിഗണിച്ചായിരുന്നു കോടതിയുടെ ആ നടപടി. 2018 ഓഗസ്റ്റ് 14 വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. നേരത്തെ കൈകാര്യം ചെയ്ത വ്യവസായം, കായികം, യുവജനക്ഷേമം എന്നീ വകുപ്പുകൾ തന്നെ തിരിച്ച് അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷെ പിന്നെയും വിവാദം. വൈദേകം ആയുർവേദ റിസോർട്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നിക്ഷേപമുണ്ടെന്ന ആരോപണം പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു കേട്ടു. PJ ആയിരുന്നു അതിൽ പ്രേരക ശക്തിയും. അങ്ങനെ പാർട്ടിയും EP-യും അകലാൻ തുടങ്ങിയ ഒരു സാധ്യത ഉണ്ടായി. വീണ്ടും ഒരു ടൈമിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് അവസരം നൽകിയില്ല. അദ്ദേഹം BJP-യിൽ അടക്കം ചേരുമെന്ന രീതിയിൽ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ശോഭാ സുരേന്ദ്രന്റെ ചില വെളിപ്പെടുത്തലുകളും ഒക്കെ തന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വിവാദ കൊടുങ്കാറ്റ് തന്നെയാണ് ഉയർത്തിയത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പോലും EP-യെ പിന്നീട് മാറ്റി. അതിനുശേഷമാണ് 2024 നവംബറിൽ ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ DC ബുക്സ് പ്രസിദ്ധീകരിക്കാനിരുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ, അത് വലിയ വിവാദം. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിലുള്ള പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ പുറത്തു വന്നു. അത് CPM-ന് വലിയ ക്ഷീണം തന്നെ ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീട് അത് എത്ര ന്യായീകരിക്കാൻ നോക്കിയെങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ മാറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാലത്ത് VS കഴിഞ്ഞാൽ CPM-ൽ ഏറ്റവും ജനപ്രീതി ഉണ്ടായിരുന്ന മറ്റൊരു നേതാവായിരുന്നു P ജയരാജൻ. CPM-ൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന പരിഗണന കിട്ടിയ മറ്റൊരു നേതാവ്. എതിരാളികൾക്ക് കാലിനും പാർട്ടിക്കാർക്ക് നായകനും എന്ന രീതിയിൽ പരിവേഷം. BJP കോട്ടകളിൽ പോലും കടന്നു കയറി ഒരു കാലത്ത് തന്നെ ആക്രമിച്ച ആളുകളെ പോലും CPM-ലേക്ക് അടുപ്പിക്കാൻ ജയരാജന് കഴിഞ്ഞു. അങ്ങനെ കാലം മാറി വന്നവർ അദ്ദേഹത്തെ ചെന്താരകമായും പാർത്ഥസാരഥിയായും ഒക്കെ തന്നെ വിശേഷിപ്പിച്ച് പാട്ടുകളും പോസ്റ്ററുകളും ഒക്കെ തന്നെ ഇറക്കി വലിയ തോതിൽ പാർട്ടിക്കും മുകളിലേക്ക് വ്യക്തിപൂജ നടത്തി എന്ന വിവാദമായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്, രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾക്ക് അന്ത്യം കുറിച്ചത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം വലിയ തോതിൽ തന്നെ കത്തി നിൽക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു വ്യക്തിപൂജ വിവാദങ്ങൾ വന്നതും പിണറായി വിജയനെ ചൊടിപ്പിച്ചതും. ജയരാജനെ പുകഴ്ത്തി കണ്ണൂരിന്റെ ചുവന്ന സൂര്യൻ തുടങ്ങിയ പാട്ടുകൾ അടക്കം, വീഡിയോകൾ അടക്കം പുറത്തു വന്നത് പാർട്ടിയിൽ വിവാദമാക്കി. പാർട്ടിക്ക് മുകളിൽ വ്യക്തിയെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണിച്ച് സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തെ പരസ്യമായി തന്നെ ശാസിച്ചു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തെ 2019 വടകരയിൽ ഇറക്കി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചത് പോലും ഒതുക്കാനായിരുന്നു എന്ന ആരോപണമുണ്ടായി. P മുരളീധരനോട് കിതച്ച് തന്നെ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു കിട്ടിയതുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ പല ഒതുക്കലുകളും വെട്ടിനിരത്തലുകളും ഏറ്റവും ഒടുവിൽ G സുധാകരനിൽ വരെ എത്തി നിൽക്കുന്നു.